Hi friends, welcome back to our channel Salt and Pepper. അപ്പം ഞാൻ ഇന്ന് നല്ലൊരു ഐഡിയയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. നമുക്ക് ഡെക്കറേറ്റീവ് പർപ്പസിനായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്രാഫ്റ്റാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിലാണ് ഞാനിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അതിന് വേണ്ട ഒരു ചേഞ്ചൊക്കെ നമ്മളെല്ലാത്തിനും ചേഞ്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനും ആയിക്കോട്ടെ ഒരു ചേഞ്ച് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ മറക്കരുത് കേട്ടോ. ഫ്ലവർ വാസ് കണ്ടില്ലേ, ക്വൈറ്റ് ബിഗ് ആണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വാസ്. ഇതിനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്രിസ്മസിനൊക്കെ നമുക്ക് കിട്ടുന്ന ഡെക്കറേഷൻസ് കേട്ടോ? ക്രിസ്മസ് ഡെക്കറേഷനാണിത്. ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ മാലകൾ കിട്ടും, പേഴ്സിൻ്റെ മാലകളും ഒക്കെ കിട്ടും, ഡെക്കറേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ തരത്തിലെ മാലകളും കിട്ടും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കുഞ്ഞു കുപ്പികളോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലീൻ ആയിട്ടുള്ള കുപ്പികളൊക്കെ ആകുമ്പോഴേക്കും അധികം മുത്തുകൾ നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല. എന്തായാലും ഇത് വളരെ ചീപ്പറായിട്ട് കിട്ടുന്നതാണ്. എനിക്കിത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷനാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗത്തിന് ശേഷം ഞാൻ ഇവിടുത്തെ ചുറ്റും വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇതുകൊണ്ടായിരിക്കും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചായിരിക്കും ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തുനിന്ന് ഒരറ്റത്തു നിന്നാണ് ഇത് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഇത് നല്ല ടൈറ്റ് ചെയ്ത് പോകണം. ഈ മുത്തുകൾ ടൈറ്റ് ചെയ്ത് വേണം ഈ കുപ്പിയിലേക്ക് പിടിപ്പിക്കുവാൻ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തെന്നി ഇപ്പോഴേന്ന് പറഞ്ഞ് താഴോട്ട് വീഴും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വളരെ എളുപ്പമാണ്. ആരെങ്കിലും ഒരു ഹെൽപ്പ് തരാനുണ്ടെങ്കിൽ കാരണം ഒന്ന് ചുറ്റി കൊടുക്കാൻ. ഇപ്പം നിങ്ങൾ കുഞ്ഞു കുപ്പിയിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇതിപ്പം കുറച്ച് വലിയ വാസായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് കെയർഫുള്ളായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഉരുണ്ടുപോരും. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. സൂപ്പർ ഗ്ലൂ ആണെങ്കിലും മതി കേട്ടോ, നന്നായിട്ട് ഒട്ടിക്കോളും. നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്തു വരുമ്പോഴേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലവർ വാസോ കുപ്പിയോ ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വിസിറ്റിംഗ് റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലോ ഒക്കെ ഇത് വെക്കണം. അത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാന്ന്. എല്ലാവരും കൗതുകമായിട്ട് അതേ നോക്കും. അപ്പോൾ ആ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് പോലും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അമ്മമാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ല. ഇപ്പോൾ ഗ്ലൂ ഗണ്ണോ ഇതുപോലത്തെ സൂപ്പർ ഗ്ലൂ ഒക്കെ ഉപയോഗിക്കുമ്പോഴേക്കും ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കേണ്ട. അമ്മമാരോ അപ്പന്മാരോ ഒക്കെ കൂട്ടത്തിൽ നിന്ന് ചെയ്താൽ മതി. പക്ഷേ നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്തു വരുമ്പോൾ. ഇവ നിങ്ങളുടെ പ്ലാസ്റ്റിക് കുപ്പികളാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള കുപ്പി കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ, എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നത്തില്ലേ? അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതായിരിക്കും. ക്രിസ്മസ് ഡെക്കറേറ്റീവ് പർപ്പസായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അല്ല ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ കൊച്ചു കുപ്പികളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സും അല്ലെങ്കിൽ മിക്സ് ബീഡ്സ് ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തായാലും അവസാനം ഇതിൻ്റെ ഔട്ട്കം എന്നാന്ന് നമുക്ക് കാണാമല്ലോ. എന്നിട്ട് നിങ്ങൾ അതിന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ചുറ്റുക, ഇടയ്ക്ക് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. അത് മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ടോ നമ്മുടെ വർക്കുകൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാൻ. ഇനി അധികം നേരം ഇല്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു ഹാഫ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി കുറച്ചുകൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പരിപാടി തീർന്നു. കാണാൻ ഇപ്പം തന്നെ നല്ല ഭംഗി തോന്നില്ലേ? എനിക്ക് തോന്നുന്നു എൻ്റെ സറൗണ്ടിങ്സും ഒക്കെ വെള്ളം ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് എടുപ്പ് തോന്നാത്തത്. എന്തായാലും ഞാൻ പിക്ചറിൽ ഇതിൻ്റെ കൂടുതൽ എഫക്റ്റ് കാണിച്ചു തരാം. കാരണം ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു തിളക്കവും മുത്തുകളുടെ തിളക്കവും ഒന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ബീഡ്സ് നമ്മൾ ഹാഫ് വേ ത്രൂ ആയി. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുത്തുകൾ തന്നെ കൊണ്ടുവേണേലും അവസാനം വരെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിതൊരു ചേഞ്ചിന് വേണ്ടി മാത്രം മേളിൽ കുറച്ചുകൂടെ കൂടുതലൊന്ന് തിളങ്ങിക്കോട്ടെന്ന് വിചാരിച്ചാണ്. ഇച്ചിരിയുടെ ഷേപ്പിലും ആ ബീഡിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ അതിൻ്റെ തിളക്ക വ്യത്യാസം കണ്ടോ? എന്തായാലും ഇതുകൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്ത് മുകൾ ഭാഗം വരെ എത്താം. നിങ്ങൾ നോക്കിക്കേ, ഇതിനെ കാണാൻ എന്നാ ഭംഗിയാന്ന്. ഇത് തീരാറായിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയി അവസാനം എന്താണ് അതിൻ്റെ ഔട്ട്കം കാണുവാൻ വേണ്ടി. നിങ്ങളും അതുപോലെ തന്നെ എക്സൈറ്റഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്നാ സിമ്പിളാന്ന് നോക്കിയേ. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര രസം തോന്നുന്നു. തീർന്ന് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ദാ ജസ്റ്റ് ഫിനിഷ് ആയിരിക്കുന്നു. വാവ്, ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയണം ഇങ്ങനൊരു ചാനലിനെ പറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ നല്ല നല്ല ക്രാഫ്റ്റ് ഐറ്റംസും എംബ്രോയ്ഡറിയും അങ്ങനെ പല പല സബ്ജക്റ്റുകളുമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു. ബൈ ബൈ.